ആൻഡ് ഫസ്റ്റ് ഫിലിം തന്നെ ലാലേട്ടൻ്റെ കൂടെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, അതിനു മുമ്പ് അസിസ്റ്റൻ്റായിട്ട് ചെയ്തിരുന്നല്ലേ, അയാൾ കഥ എഴുതുകയാണ് നരസിംഹം. പക്ഷേ എങ്കിൽ കൂടി ഫസ്റ്റ് ഫിലിം ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് അല്ലായിരുന്നോ? എങ്ങനെ, ഹൗ ഡിഡ് യു റീച്ച് ദെയർ? ഞാൻ ആക്ച്വലി ആ സിനിമ ഉണ്ടായതിന് ശേഷം ശ്രീനേട്ടൻ്റെ അടുത്ത് അതിൻ്റെ ഒരു കഥയുടെ ഒരു ഐഡിയ ഉണ്ടായതിന് ശേഷം ചെന്നൈയിൽ പോയിട്ട് ശ്രീനേട്ടൻ്റെ അടുത്ത് ഞാൻ ആ കഥ പറയാം. ആ സമയത്ത് ജസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പോൾ അതിൽ പിന്നെ ഉദയഭാനു എന്നുള്ള കഥാപാത്രം എന്നുള്ള പേര് പോലും ഇല്ല, ഡയറക്ടറും ഒരു നടനും മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് പറഞ്ഞു, ആ കഥ കേട്ട് പുള്ളിക്ക് ഇഷ്ടമായി. അന്ന് വിനീതും അവർ വീട്ടിലെന്തോ ജോലി നടക്കുന്നതുകൊണ്ട് ഈരാളിയേട്ടൻ്റെ ഫ്ലാറ്റിലാണ് വിനീതും ശ്രീനേട്ടൻ താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. പിന്നെ ശ്രീനേട്ടൻ പുറത്ത് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിനീത കയറി വന്നിട്ട് ചേട്ടത്ത് ഗംഭീരമാകും സിനിമ, ഷുവർ ഷോട്ടാണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മനസ്സിലിങ്ങനെ ഓരോ ഇദ്ദേഹം വഴി ഇന്ന നടന്ന് കിട്ടുമായിരിക്കും. കാരണം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വന്നുകൊണ്ട് മാത്രം എനിക്കൊരാൾ പെട്ടെന്നൊരു ഡേറ്റ് തന്നെ ഒന്നുമില്ല. കാരണം ഞാനൊരു ക്ലാബ് ബോയും അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എഴുതുന്നു, ഇത്രയും ജോലികൾ ഞാൻ ചെയ്തിട്ടില്ല. വലിയൊരു ഫേമസ് അസോസിയേറ്റ് ഡയറക്ടറോ അങ്ങനെ ഒന്നുമില്ല. സിനിമയോടുള്ള പാഷനും സിനിമ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ. ഐ എം നോട്ട് എ വെരി ഫേമസ് അസോസിയേറ്റ് ഡയറക്ടർ. കാരണം 5-6 സിനിമ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പെട്ടെന്നൊരു നടൻ ഡേറ്റ് തരാൻ ചാൻസ് കുറവാണ്, വളരെ കുറവാണ്. അത് അന്നത്തെ കാലം, ഒരു 10 years ആയിട്ടുള്ള കാലത്ത് അത് തന്നെ. പിന്നീട് ഇവിടെ വന്ന വിന്ധ്യേട്ടൻ, അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. വിന്ധ്യേട്ടൻ്റെ അടുത്ത് കവിയിലെ ഞങ്ങൾ ഒരുമിച്ച് പനമ്പള്ളി നഗറിൽ കൂടി ഇങ്ങനെ വണ്ടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ അമ്മയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു, ഷോ 95 അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം. ഷോ 95 അല്ല, അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിലെ അവന്യൂ സെൻറ്ററിൽ അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ശ്രീനേട്ടൻ്റെ കൂടെ ഞാൻ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് നെടുകൂടി വേണു ചേട്ടനുണ്ടെന്ന് പെട്ടെന്ന് ഡോറിൽ നോക്ക് ചെയ്തു. ഞാനപ്പോൾ ഡോർ തുറക്കുമ്പോൾ മോഹൻലാൽ നിൽക്കുക. അപ്പോൾ ഞാൻ ടക്കുന്നായി. അപ്പോൾ പുള്ളി ഇങ്ങനെ കയറി വന്നു. പുള്ളിക്ക് 2 സിനിമ ഞാൻ അപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി കയറി വന്നു, ശ്രീനേട്ടനെ പോയി കെട്ടിപ്പിടിക്കുന്നു. അവർ തമാശയൊക്കെ പറയുന്നു, വർത്താനൊക്കെ പറഞ്ഞ് പുള്ളി പോകുന്നു. താഴെ ഇറങ്ങി ഞാനപ്പോൾ വിന്ധ്യേട്ടൻ്റെ അടുത്ത് പോകണമെങ്കിൽ വിന്ധ്യേട്ട ഈ മനുഷ്യൻ ഇദ്ദേഹം ചെയ്ത അറിയാമല്ല വിന്ധ്യേട്ടാന്ന് പറഞ്ഞു. നീ എന്താ പറഞ്ഞത്? ഞാൻ അതല്ല, ചോദിച്ചു നോക്കാമല്ലോ, ഇനി കിട്ടിയില്ലെങ്കിൽ പിന്നത്തെ കാര്യമല്ലേ. അപ്പോൾ എനിക്ക് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് പുള്ളി പനമ്പള്ളി, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, പനമ്പള്ളി അവന്യൂ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റിൽ പുള്ളി എന്നെ വണ്ടിയിൽ അവിടെ ഇരുത്തിയിട്ട് നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്തിട്ട് പുള്ളി പോയി. ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ഓടി വന്ന രീതിയുണ്ട്. കൈ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്താ നടക്കും, സംഭവം ഡണ്ണാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ നേരെ പോയി ശ്രീനേട്ടനെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ലാലേട്ടൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. പുതുമുഖമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് കഥ കേൾക്കട്ടെ, എനിക്ക് ഓക്കെയാണെന്ന് പറഞ്ഞു. ഇനി കഥ കേൾക്കണം, അത്രേ ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിന്നീട് എല്ലാം സംഭവിച്ചു. അപ്പോൾ അതിൽ പിന്നെ ശ്രീനേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹവും വിന്ധ്യേട്ടനും ഇവർ ഒരുമിച്ചാണ് പോയി കാണുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തേക്കുള്ള ഫസ്റ്റ് പടി മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. ആദ്യം ശ്രീനേട്ടനിലേക്ക് എത്തുന്നതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ അതിലേക്ക് എത്തിയതോടുകൂടി ഞാൻ പറയാം, എപ്പോഴും ഒരു ബൾബ് കത്തും, അല്ലെങ്കിൽ എവിടെയോ യൂണിവേഴ്സിൽ ഒരു സാധനം ഉള്ളതുപോലെ അത് ചിലപ്പോൾ എൻ്റെ ഫസ്റ്റ് പടി എന്ന് പറയുന്നത് ടു റീച്ച് ടു ശ്രീനേട്ടൻ.